150-ലധികം വർഷം പഴക്കമുള്ള ബിസിനസ് സാമ്രാജ്യം. സാൾട്ട് മുതൽ സെമി കണ്ടക്ടർ വരെ കൈകാര്യം ചെയ്യുന്ന കോർപ്പറേറ്റ് ബെഹ്മത്ത് ടാറ്റ ഗ്രൂപ്പിന് കീഴിലുള്ള ടാറ്റ കൺസ്യൂമർ പ്രോഡക്റ്റിനെ കുറിച്ചാണ് ഈ ആഴ്ചയിലെ സ്റ്റോക്ക് ഡിസ്കവറിയിൽ നമ്മൾ പരിചയപ്പെടുന്നത്. വെൽക്കം ബാക്ക് ടു ദ ന്യൂ എപ്പിസോഡ് ഓഫ് സ്റ്റോക്ക് ഡിസ്കവറി. ടെറ്റ്ലി, ടാറ്റ ടീ, ടാറ്റ കോഫി, ടാറ്റ സോൾഫുൾ, ടാറ്റ സോൾട്ട്, ദ ഹിമാലയൻ, ഗ്ലൂക്കോ പ്ലസ്, എന്തിന് ഇതിലൊക്കെ ഉപരിയായി സ്റ്റാർബക്സ് എന്ന് കേട്ടാൽ തന്നെ നിങ്ങൾ ഓർത്തോളൂ, അത് ടാറ്റ കൺസ്യൂമർ പ്രോഡക്റ്റിന്റെ കീഴിൽ വരുന്നതാണ് എന്ന്. സ്റ്റാർബക്സ് കോർപ്പറേഷനും ടാറ്റ പ്രോഡക്ട്സും തമ്മിലുള്ള 50:50 എന്ന ജോയിന്റ് വെഞ്ചറാണ് ഇത്. 1962 മുംബൈയിൽ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായി സ്ഥാപിതമായപ്പോഴാണ് കമ്പനിയുടെ ഉത്ഭവം. വർദ്ധിച്ചു വരുന്ന ചെലവുകളും അന്താരാഷ്ട്ര വിപണികളിൽ നിന്ന്, പ്രത്യേകിച്ച് ചൈനയിൽ നിന്ന് ഇന്റൻസ് കോമ്പറ്റീഷനും അനുഭവപ്പെട്ടിരുന്ന ഇന്ത്യയുടെ തേയില വ്യവസായത്തിലെ ഒരു നിർണായക കാലഘട്ടത്തിലാണ് കമ്പനിയുടെ ജേർണി ആരംഭിക്കുന്നത്. 1983 ജെയിംസ് ഫിൻലെ ഗ്രൂപ്പിന്റെ ഓഹരികൾ ഏറ്റെടുത്തുകൊണ്ട് ടാറ്റ ടീ രൂപീകരിച്ചുകൊണ്ട് ഇന്ത്യയുടെ കൺസ്യൂമർ ലാൻഡ്സ്കേപ്പ് റീഷേപ്പ് ചെയ്യാൻ ഒരു തന്ത്രപരമായ തീരുമാനം ടാറ്റ എടുക്കുകയാണ്. അതോടൊപ്പം ബ്രാൻഡഡ് ടീ എന്ന വിപ്ലവകരമായ ആശയം ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് പരിചയപ്പെടുത്തുകയും ചെയ്തു. 1990കളിലും 2000ലുമാണ് പിന്നീട് കമ്പനിയുടെ ഗ്ലോബൽ എക്സ്പാൻഷൻ ആക്സിലറേറ്റ് ചെയ്യുന്നത്. 2000 ടെറ്റ്ലി ടീ ഗ്രൂപ്പിന്റെ $432 മില്യൺ ഏറ്റെടുക്കൽ ഉൾപ്പെടെ നിരവധി സുപ്രധാന ഏറ്റെടുക്കലുകൾ കമ്പനി ഇതുവരെയും നടത്തിയിട്ടുണ്ട്. ഇത് ഒരു ഇന്ത്യൻ കമ്പനിയുടെ ആദ്യത്തെ പ്രധാന വിദേശ ഏറ്റെടുക്കലുകളിൽ ഒന്നായി മാറി. 2020 ഫെബ്രുവരിയിൽ ടാറ്റ ഗ്ലോബൽ ബിവറേജസ് ലിമിറ്റഡ്, ടാറ്റ കെമിക്കൽസിന്റെ കൺസ്യൂമർ പ്രോഡക്റ്റ് എന്നിവയുടെ ബിസിനസ് മെർജ് ചെയ്തതിലൂടെയാണ് ഇന്ന് കാണുന്ന ടാറ്റ കൺസ്യൂമർ പ്രോഡക്റ്റ് ലിമിറ്റഡ് അഥവാ TCPL രൂപം കൊള്ളുന്നത്. ഇനി നമുക്ക് കമ്പനിയുടെ ബിസിനസ് മോഡൽ നോക്കാം. ഡൈവേഴ്സിഫൈഡ് ആയ FMCG കമ്പനിയും കോംപ്രഹെൻസീവായ പോർട്ട്ഫോളിയോയും ഉൾപ്പെടുന്നതാണ് ടാറ്റ കൺസ്യൂമർ പ്രോഡക്റ്റ് ലിമിറ്റഡ്. ആഗോള ആഭ്യന്തര വിപണികളിലെ ഫുഡ് ആൻഡ് ബിവറേജസ് ബിസിനസ് ആണ് കമ്പനിയുടെ പ്രവർത്തന മേഖല. 3 പ്രധാന മോഡലുകളിലൂടെയാണ് ബിസിനസ് പ്രവർത്തിക്കുന്നത്. ആദ്യത്തേത് ബ്രാൻഡ് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ്. പൈതൃക ബ്രാൻഡുകളെയും സമകാലിക ഇന്നോവേഷൻസും പ്രയോജനപ്പെടുത്തി 40-ലധികം രാജ്യങ്ങളിലായി 200-ലധികം ഉൽപ്പന്നങ്ങളാണ് കമ്പനി മാനേജ് ചെയ്യുന്നത്. പ്രീമിയമൈസേഷൻ, ഹെൽത്ത് ആൻഡ് വെൽനസ് ട്രെൻഡ്സ്, കൺവീനിയൻസ് പ്രോഡക്റ്റ് എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് കമ്പനിയുടെ സ്ട്രാറ്റജി. അടുത്തതായിട്ട് ഇന്റഗ്രേറ്റഡ് സപ്ലൈ ചെയിൻ. ഉപഭോക്താവിലേക്ക് നേരിട്ടെത്തിക്കുന്ന അഥവാ D2C, ഡയറക്ട് ടു കൺസ്യൂമർ, ഒപ്പം ട്രഡീഷണൽ റീറ്റെയിൽ ചാനൽ എന്നിവ സംയോജിപ്പിച്ചുകൊണ്ട് ഒരു ഡ്യുവൽ സപ്ലൈ ചെയിൻ മോഡലിലാണ് TCPL പ്രവർത്തിക്കുന്നത്. 2022 D2C ചാനൽ ടോട്ടൽ സെയിൽസിന്റെ 25% സംഭാവനയാണ് നൽകിയത്. 2021 ഇത് 18%. അവിടെ നിന്നായിരുന്നു ഈ മുന്നേറ്റം. അവസാനമായിട്ട് ഇന്നോവേഷൻ ആൻഡ് സസ്റ്റൈനബിലിറ്റി. ഹെൽത്ത് ഫോക്കസ്ഡ് ബിവറേജസ്, സസ്റ്റൈനബിൾ സോഴ്സിംഗ് പ്രാക്ടീസസ് എന്നീ രീതികളിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് 2022 സാമ്പത്തിക വർഷത്തിൽ 575 കോടി രൂപയാണ് കമ്പനി റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിനായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. റെയിൻ ഫോറസ്റ്റ് അലയൻസ്, ഫെയർ ട്രേഡ് സർട്ടിഫൈഡ് സസ്റ്റൈനബിൾ പ്ലാന്റേഷൻ എന്നിവിടങ്ങളിൽ നിന്നാണ് കമ്പനി തേയിലയുടെ 100%ഉം സോഴ്സ് ചെയ്യുന്നത്. എൻവയോൺമെന്റ് ഫ്രണ്ട്ലി, തൊഴിലാളികൾക്കുള്ള ന്യായമായ വേതനം, ഒപ്പം കുറഞ്ഞ രാസവസ്തുക്കളുടെ ഉപയോഗം തുടങ്ങി സസ്റ്റൈനബിൾ ആയ മാനദണ്ഡങ്ങൾ പാലിക്കുന്നു എന്ന് ടാറ്റ കമ്പനി ഉറപ്പുവരുത്തുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് സെഗ്മെന്റ്സും മാർക്കറ്റ് പ്രസൻസും പരിശോധിക്കാം. പ്രാഥമികമായിട്ടും കമ്പനി 3 സെഗ്മെന്റുകളിലൂടെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. പാക്കേജ്ഡ് ബിവറേജസ്, ഫുഡ്സ്, ഇന്റർനാഷണൽ ബിസിനസ് എന്നിവയാണ് ഏരിയകൾ. മൊത്തം വരുമാനത്തിന്റെ 45 മുതൽ 50% റവന്യൂ കോൺട്രിബ്യൂഷൻ നടത്തുന്നത് പാക്ഡ് ബിവറേജസ് ആണ്. ടാറ്റ ടീ, ടെറ്റ്ലി, ടാറ്റ കോഫി എന്നിവയാണ് ഈ സെഗ്മെന്റുകളിലെ പ്രധാന ബ്രാൻഡുകൾ. ലോകത്തിലെ തന്നെ സെക്കൻഡ് ലാർജസ്റ്റ് ബ്രാൻഡഡ് ടീ കമ്പനി എന്ന നിലയിൽ ടാറ്റ കൺസ്യൂമർ പ്രോഡക്റ്റ് ലിമിറ്റഡ് ഈ സെഗ്മെന്റിൽ അവരുടെ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സാൾട്ട്, പൾസസ്, സ്പൈസസ്, റെഡി ടു ഈറ്റ് പ്രോഡക്ട്സ് ഉൾപ്പെടുന്ന ഫുഡ് സെഗ്മെന്റ് വരുമാനത്തിന്റെ 25 മുതൽ 30% വരെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. 2025 സാമ്പത്തിക വർഷത്തിൽ ഡബിൾ ഡിജിറ്റ് റവന്യൂ ഗ്രോത്ത് ആണ് ഇതിൽ നിലനിർത്തിയത്.
UK, USA, കാനഡ, ഓസ്ട്രേലിയ, യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ്, ആഫ്രിക്ക എന്നിവിടങ്ങളിൽ സാന്നിധ്യമുള്ള കമ്പനി കൂടിയാണ് ടാറ്റ കൺസ്യൂമർ പ്രോഡക്റ്റ്. ഈ ഇന്റർനാഷണൽ ബിസിനസ് ടോട്ടൽ റവന്യൂവിന്റെ ഏകദേശം 30% കോൺട്രിബ്യൂഷൻ നടത്തുന്നത്. ടെറ്റ്ലി കാനഡയിലെ ഏറ്റവും വലിയ ടീ ബ്രാൻഡും UK-യിലെയും US-ലെയും സെക്കൻഡ് ലാർജസ്റ്റ് ട്രസ്റ്റഡ് ടീ ബ്രാൻഡുമാണ്. തീർന്നില്ല, ലോകത്തിലെ ഏറ്റവും വലിയ കോഫി ബ്രാൻഡുകളിൽ ഒന്നായ സ്റ്റാർബക്സ് എന്ന് കേൾക്കാത്തവർ കുറവായിരിക്കും. അരനൂറ്റാണ്ടിലധികം പ്രവർത്തന പാരമ്പര്യമുള്ള സ്റ്റാർബക്സ് ബ്രാൻഡുമായുള്ള പങ്കാളിത്തം ടാറ്റ കൺസ്യൂമർ പ്രോഡക്റ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിരുന്നു. 2012 സ്ഥാപിതമായ ടാറ്റ സ്റ്റാർബക്സുമായുള്ള ജോയിന്റ് വെഞ്ചർ ഇന്ത്യയിലെ ഏറ്റവും വലിയ സക്സസ്ഫുൾ ഇന്റർനാഷണൽ പാർട്ട്ണർഷിപ്പിൽ ഒന്നാണ്. ടാറ്റ കൺസ്യൂമർ പ്രോഡക്ട്സും സ്റ്റാർബക്സ് കോർപ്പറേഷനും തമ്മിലുള്ള 50-50 സംയുക്ത സംരംഭം റിമാർക്കബിൾ ആയിട്ടുള്ള മൈൽ സ്റ്റോൺസ് ഓൾറെഡി അച്ചീവ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. 2012 മുംബൈയിലാണ് ഇതിന്റെ ആദ്യത്തെ സ്റ്റോർ ആരംഭിക്കുന്നത്. 80 നഗരങ്ങളിലായി നിലവിൽ കമ്പനി 470-ലധികം സ്റ്റോറുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി 2028 ആകുമ്പോഴേക്കും 1000 കഫേകൾ എന്ന നിലയിലാണ് കമ്പനി ഇതിന് പദ്ധതിയിടുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ പാദങ്ങളിൽ വരുമാനത്തിന്റെ 128% വളർച്ച സംഭാവന നൽകിയത് ഈ മേഖലയാണ്. ഇതുകൂടാതെ കമ്പനി കൃത്യസമയത്ത് നടത്തുന്ന ഓരോ ഏറ്റെടുക്കലുകളും എടുത്തു പറയേണ്ടതുമാണ്. ജനുവരി 2024 ചിങ്സ് സീക്രട്ട്, സ്മിത്ത് ആൻഡ് ജോൺസ് എന്നിവയുടെ ഉടമകളായ ക്യാപിറ്റൽ ഫുഡ്സിന്റെ 100% സ്റ്റേക്സും ടാറ്റ കൺസ്യൂമർ പ്രോഡക്ട്സ് 5100 കോടി വാല്യൂവിന് ഏറ്റെടുത്തു. ഏറ്റെടുക്കൽ ഘട്ടം ഘട്ടമായിട്ടാണ് നടന്നത്. ഓഹരിയുടെ 75% മുൻകൂറായി ഏറ്റെടുത്തു. ബാക്കി 25% 3 വർഷത്തിനുള്ളിൽ ഏറ്റെടുക്കും. അതേസമയം ജനുവരി 2024 തന്നെ 48-ലധികം രാജ്യങ്ങളിൽ സാന്നിധ്യമുള്ള 25 വർഷത്തിലധികം പഴക്കമുള്ള ബ്രാൻഡായ ഓർഗാനിക് ഇന്ത്യയുടെ 100% സ്റ്റേക്സും ടാറ്റ കൺസ്യൂമർ പ്രോഡക്ട്സ് സ്വന്തമാക്കി. 1900 കോടി രൂപയുടെ ഓൾ ക്യാഷ് ഡീലായിരുന്നു അന്ന് നടന്നത്. ഹെൽത്ത് ആൻഡ് വെൽനസ് പ്ലാറ്റ്ഫോമിനോടൊപ്പം തന്നെ ഹൈ ഗ്രോത്ത്, ഹൈ മാർജിൻ കാറ്റഗറീസിലേക്ക് ബിസിനസ് വ്യാപിപ്പിക്കുകയും ചെയ്യുക എന്നതായിരുന്നു ഈ ഏറ്റെടുക്കലിന്റെ പ്രധാന ലക്ഷ്യം. ഇനി ഫിനാൻഷ്യൽ പെർഫോമൻസിലേക്കാണ് കടക്കുന്നത്. 2020 മുതൽ 2025 വരെയുള്ള 5 വർഷത്തെ കാലയളവിൽ കമ്പനി സ്ഥിരമായിട്ടുള്ള റവന്യൂ ഗ്രോത്ത് പ്രകടമാക്കിയിട്ടുണ്ട്. 2020 9637 കോടി രൂപ. 2025 സാമ്പത്തിക വർഷം എത്തിയപ്പോഴേക്കോ 17618 കോടി രൂപ. ഈ 5 വർഷത്തിനിടെ ഏകദേശം 12.8% CAGR ആണ് കമ്പനി റിപ്പോർട്ട് ചെയ്തത്. സ്ട്രാറ്റജിക് അക്വിസിഷൻസ് തന്നെയാണ് ടാറ്റ കൺസ്യൂമറിന്റെ സെയിൽസ് ഗ്രോത്തിന് പ്രധാനമായിട്ടും കാരണമായത്. 7000 കോടി രൂപയോളമുള്ള ക്യാപിറ്റൽ ഫുഡ്സിന്റെയും ഓർഗാനിക് ഇന്ത്യയുടെയും ഏറ്റെടുക്കലുകൾ സബ്സ്റ്റാൻഷ്യലായ വരുമാന വളർച്ചയ്ക്ക് കാരണമായി. ഇമ്മീഡിയറ്റ് റവന്യൂ ഗ്രോത്തിന് മാത്രമല്ലാതെ കൺസിസ്റ്റന്റ് ആയ മാർജിൻ ഗ്രോത്ത് നൽകുന്ന കമ്പനികളെയാണ് കമ്പനി അക്വിസിഷനിലൂടെ സ്വന്തമാക്കിയത്. പ്രധാന വിഭാഗങ്ങളിൽ ഉടനീളം ഓർഗാനിക് ബിസിനസ് എക്സ്പാൻഷൻ ആണ് ഈ വളർച്ചയ്ക്ക് കാരണം. ഉപ്പ്, പയറുവർഗ്ഗങ്ങൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ എന്നിവയിലെ മികച്ച പ്രകടനത്തിലൂടെ ഇന്ത്യ ഫുഡ്സ് വിഭാഗം അസാധാരണമായ വളർച്ച ഏതാണ്ട് 29% നേട്ടം കൈവരിച്ചിട്ടുണ്ട്. കൂടാതെ ഇന്റർനാഷണൽ ഓപ്പറേഷൻസിലൂടെ 7% വളർച്ച കൈവരിക്കാനും കമ്പനിക്ക് സാധിച്ചു. കമ്പനിയുടെ ഗ്ലോബൽ മാർക്കറ്റിലെ റെസിലിയൻസിനെയാണ് ഇത് റിഫ്ലക്ട് ചെയ്യുന്നത്. പ്രീമിയമൈസേഷൻ സ്ട്രാറ്റജി, യൂണിറ്റ് റവന്യൂ എന്നിവ ഗണ്യമായി വർദ്ധിപ്പിക്കാൻ ഗണ്യമായ രീതിയിൽ വർദ്ധിപ്പിക്കാൻ സഹായിച്ചു. ഇന്ത്യ ടീ സെഗ്മെന്റ് വരുമാനത്തിന്റെ 2/3 ഭാഗവും ഇപ്പോൾ പ്രീമിയം സെഗ്മെന്റ് ആണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അടുത്തത് പ്രോഫിറ്റബിലിറ്റി അനാലിസിസ് ആണ്. നെറ്റ് പ്രോഫിറ്റിലുണ്ടായ ഒരു എവല്യൂഷൻ എത്രത്തോളമാണ് എന്ന് നോക്കാം. 2020 സാമ്പത്തിക വർഷത്തിൽ 460 കോടിയായിരുന്നു നെറ്റ് പ്രോഫിറ്റ്. അവിടെ നിന്നും 2025 സാമ്പത്തിക വർഷം എത്തിയപ്പോഴേക്കും 1287 കോടിയായി നെറ്റ് പ്രോഫിറ്റ് ഉയരുകയാണ്. ഏതാണ്ട് 180% മുന്നേറ്റം. കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റി ഇക്കാലയളവിലൊക്കെ തന്നെ വോളറ്റൈൽ ആയിരുന്നുവെങ്കിലും ഓവറോൾ പോസിറ്റീവ് ആയിട്ടാണ് നമ്പേഴ്സ് കാണുന്നത്. 2021 ലയന പ്രക്രിയകൾ കാരണം എക്സ്ട്രോർഡിനറി ആയ 102% പ്രോഫിറ്റ് ഗ്രോത്ത് ഉണ്ടായി. 2024 എത്തിയപ്പോഴേക്കും ഇൻഫ്ലേഷനും മറ്റ് ചെലവും കാരണം കണക്കുകളിൽ 8% ഇടിവാണ് കണ്ടത്. തൊട്ടടുത്ത വർഷം 6% വളർച്ചയോടെ ഒരു റിക്കവറിയും കണ്ടു. ഇനി ഓപ്പറേറ്റിംഗ് മാർജിൻസിന്റെ കാര്യത്തിൽ ഇൻഫ്ലേഷണറി പ്രഷർ ഉണ്ടായിരുന്നിട്ടും 13 മുതൽ 15% എന്നുള്ള സ്റ്റേബിളായ പെർഫോമൻസ് ആണ് കണ്ടത്. കമ്പനിയുടെ ലേറ്റസ്റ്റ് ക്വാർട്ടറിൽ
അഥവാ ജൂൺ 2025 പെർഫോമൻസ് നോക്കുമ്പോൾ റിക്കവറിക്ക് ശേഷമുള്ള നോർമലൈസേഷനാണ് കാണാൻ സാധിക്കുന്നത്. അതേസമയം ചലഞ്ചസും അവിടെ നിലനിൽക്കുന്നുണ്ട് എന്ന് നിക്ഷേപകർ പ്രത്യേകം മനസ്സിലാക്കുക. 10% വാർഷിക വളർച്ചയോടെ 4779 കോടി രൂപ വരുമാനമാണ് കമ്പനി രേഖപ്പെടുത്തിയത്. ഇന്ത്യ ബിസിനസ് ശക്തമായി തുടരുന്നതാണ് ഇതിന് കാരണം. ഫുഡ് സെഗ്മെന്റ് 6% വോള്യൂം വളർച്ചയോടെ 14% റവന്യൂ ഗ്രോത്ത് കാഴ്ചവെച്ചു. കൂടാതെ സാൾട്ട് ബിസിനസ്സും 5% വോള്യൂം വളർച്ചയോടെ 13% വളർച്ച രേഖപ്പെടുത്തി. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഓപ്പറേറ്റിംഗ് മാർജിൻ സമ്മർദ്ദത്തിലായിരുന്നു. ടീ, കോഫി വിലവർധനയും അൺസീസണൽ റെയിൻ ഇമ്പാക്റ്റും കമ്പനി ഫേസ് ചെയ്തിട്ടുണ്ട്. ഇത് റെഡി ടു ഡ്രിങ്ക് ബിസിനസിനെ ബാധിക്കുകയും ചെയ്തു. 3% വോള്യൂം വളർച്ച ഉണ്ടായെങ്കിലും ഓവറോൾ 13% ഡിക്ലൈൻ ആണ് പ്രൈസ് കറക്ഷൻ കാരണം ഉണ്ടായത്. 349 കോടിയിൽ നിന്നും 332 കോടി രൂപയായിട്ടാണ് ലേറ്റസ്റ്റ് ക്വാർട്ടറിൽ നെറ്റ് പ്രോഫിറ്റ് റിപ്പോർട്ട് ചെയ്തത്. നമ്മൾ നേരത്തെ പറഞ്ഞ കമ്മോഡിറ്റി വോളറ്റിലിറ്റിയും സീസണാലിറ്റിയുമാണ് ഇതിന് പിന്നിൽ. അതേസമയം മാർജിൻ പ്രഷർ ഉണ്ടായിരുന്നിട്ടും ഹെൽത്തി ആയിട്ടുള്ള ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് ഈ പ്രധാന സെഗ്മെന്റുകളിൽ കമ്പനി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. റെഡി ടു ഡ്രിങ്ക് പോർട്ട്ഫോളിയോയിൽ പ്രീമിയം ഉൽപ്പന്നങ്ങൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. അടുത്തത് വാല്യുവേഷൻ അനാലിസിസ് ആണ്. പ്രൈസ് ടു ഏർണിംഗ്സ് ആദ്യം പരിശോധിക്കാം. കമ്പനിയുടെ PE റേഷ്യോ നോക്കുമ്പോൾ 85 ഇപ്പോൾ നിൽക്കുന്നത്. ഇൻഡസ്ട്രി ആവറേജ് PE ആയിട്ടുള്ള 23 ടൈംസ് നോക്കുമ്പോൾ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള പ്രീമിയത്തിലാണ് ഈ കമ്പനി ട്രേഡ് ചെയ്യുന്നത്. കമ്പനി നടത്തിയ 7000 കോടിയോളമുള്ള ഏറ്റെടുക്കലിനെ തുടർന്നുള്ള ഗ്രോത്ത് എക്സ്പെക്ടേഷൻസും കമ്പനി പ്രീമിയമൈസേഷൻ സ്ട്രാറ്റജി സ്വീകരിച്ചതും കൊണ്ടാണ് ഈ എലിവേറ്റഡ് വാല്യുവേഷൻ കാണാൻ സാധിക്കുന്നത്. പക്ഷേ ടാറ്റയുടെ ബ്രാൻഡ് ഇക്വിറ്റിയിലും മാനേജ്മെന്റിന്റെ ട്രാൻസ്ഫോർമേഷൻ സ്ട്രാറ്റജിയിലുമുള്ള വിശ്വാസം പരിഗണിക്കുമ്പോൾ ഈ കമ്പനിക്ക് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് മനസ്സിലാക്കാം. ഈ വാല്യുവേഷൻസ് ജസ്റ്റിഫൈ ചെയ്യണമെങ്കിൽ കമ്പനി ഓപ്പറേഷണൽ പിഴവുകൾ ഇല്ലാതെ 15%-ലധികം പ്രോഫിറ്റ് ഗ്രോത്ത് റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. അടുത്തത് റിട്ടേൺ ഓൺ ഇക്വിറ്റി. ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്സ് 15 മുതൽ 25%-നേക്കാൾ ഗണ്യമായി താഴെയാണ് ടാറ്റ കൺസ്യൂമർ പ്രോഡക്റ്റിന്റെ 7% എന്ന ROE. ഇത്തരത്തിലുള്ള ലോ ROE റിപ്പോർട്ട് ചെയ്യാൻ കാരണം കമ്മോഡിറ്റി പ്രൈസിലെ വോളറ്റിലിറ്റിയാണ്. ഇതിലൂടെ മാർജിൻ കുറയാനും കാരണമാണ്. രണ്ടാമതായി കമ്പനിയുടെ ഭാവിയിലെ വളർച്ച മുൻകൂട്ടി കണ്ടു നടത്തിയ നിക്ഷേപങ്ങളും ഏറ്റെടുക്കലുകളും തന്നെയാണ്. ഇനി റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് അഥവാ ROCE പരിശോധിക്കാം. 20 മുതൽ 30% എന്ന ഇൻഡസ്ട്രി ബെഞ്ച്മാർക്സിനെ കമ്പയർ ചെയ്യുമ്പോൾ ഈ കമ്പനി 9.2% എന്ന നിലയിലാണുള്ളത്. എക്സ്പാൻഷന്റെ ഭാഗമായി നടത്തിയ ഫണ്ട് റേസിംഗ് കാരണം ക്യാപിറ്റൽ ബേസ് കൂടിയതും ഇൻഫ്ലേഷനിലൂടെ ഇൻപുട്ട് കോസ്റ്റ് വർദ്ധിച്ചതും അതുവഴി ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിലുണ്ടായ ഇടിവുമാണ് ROCE കുറയാൻ കാരണമായത്. ഇൻഫ്ലേഷണറി എൻവയോൺമെന്റ് സ്റ്റെബിലൈസ് ആകുമ്പോഴും ഏറ്റെടുത്ത പുതിയ ബിസിനസ്സുകൾ ഓൺ ട്രാക്കിലേക്കാകുമ്പോഴും ROCE ക്രമേണ ടാർഗറ്റഡ് ലെവൽസിലേക്ക് എത്തുമെന്നാണ് മാനേജ്മെന്റ് പ്രതീക്ഷിക്കുന്നത്. ഒരു കമ്മോഡിറ്റി ഫോക്കസ്ഡ് ടീ കമ്പനിയിൽ നിന്ന് ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള FMCG പ്ലെയർ ആയ മാറ്റം ടാറ്റ കൺസ്യൂമർ പ്രോഡക്റ്റിനെ സുസ്ഥിര വളർച്ചയിലേക്ക് നയിക്കുകയാണ്. എന്നിരുന്നാലും കമ്പനിയുടെ വാല്യുവേഷൻസിനെ സാധൂകരിക്കാൻ മാത്രമുള്ള പെർഫോമൻസും വിപണി പ്രതീക്ഷിക്കുന്നുണ്ട്. സോ ഇത്തരം ബിസിനസ്സുകളിൽ അവസരം അന്വേഷിക്കുന്ന നിക്ഷേപകനാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാൻ പറ്റിയൊരു സ്റ്റോക്ക് ആയിരിക്കും ടാറ്റ കൺസ്യൂമർ പ്രോഡക്റ്റ് ലിമിറ്റഡ്. ഭാവിയിൽ ഒരു പോസിബിൾ അപ്മൂവ് ഉണ്ടാകാൻ സാധ്യതയുള്ള വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓഹരിയാണ് ടാറ്റ കൺസ്യൂമർ പ്രോഡക്റ്റ്. ഇത് ഒരു സാമ്പത്തിക ഉപദേശമോ സ്റ്റോക്ക് റെക്കമെൻഡേഷനോ അല്ല, മറിച്ച് ഇൻഫർമേഷൻ പർപ്പസ് മാത്രമാണ്. നിക്ഷേപം നടത്തുന്നതിന് മുൻപ് ഒരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റിന്റെ ഉപദേശം തേടുക. ഇത്തരം വളർച്ചാ സാധ്യതകളുള്ള സ്റ്റോക്സുമായി വീണ്ടും സ്റ്റോക്ക് ഡിസ്കവറിയുടെ മറ്റൊരു എപ്പിസോഡിൽ കാണാം. സ്റ്റേ ട്യൂൺ.